ഈ വീഡിയോയിൽ നമുക്ക് വാട്സാപ്പിലെ ഡോക്യുമെൻ്റ് സ്കാനർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഞാൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ആർക്കാണോ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് അയക്കേണ്ടത് അവരുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന അറ്റാച്ച്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡോക്യുമെൻ്റ് എന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ നിന്നും മൂന്നാമതായിട്ട് കാണാൻ പറ്റും സ്കാൻ ഡോക്യുമെൻ്റ് എന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇത് ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും, മാനുവലും ഓട്ടോ ക്യാപ്ചറും. മാനുവലിൽ നിങ്ങൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡോക്യുമെൻ്റ് കറക്റ്റ് സ്കാൻ ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാപ്ചർ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടി വരും. ഇനി ഓട്ടോ ക്യാപ്ചർ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡോക്യുമെൻ്റ് ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിപ്പോൾ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേറെ പേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത പേജ് എടുത്തതിന് ശേഷം ഇവിടെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഇതുപോലെ സ്കാൻ ചെയ്ത് പേജുകൾ ആഡ് ചെയ്യാവുന്നതാണ്. അതും ഇപ്പോൾ ഓട്ടോ ക്യാപ്ചർ ആയി കഴിഞ്ഞു. ഇനി പേജ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാം. ഇനി അതല്ല നിങ്ങളുടെ സ്കാനിങ് കഴിഞ്ഞു എങ്കിൽ നെക്സ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതാണ്.